ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. കൊല്ലം ജില്ലയില് നമ്മൾ കുറച്ചു ദിവസം മുമ്പ് കണ്ട്, കൊല്ലം ജില്ലയില് അഞ്ജു സുനിൽ എന്ന് പറയുന്ന ദമ്പതികളുടെ കുട്ടികൾക്ക് മുലപ്പാലില്ലാത്ത കാരണം കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്ത വാർത്ത. അപ്പൊ അവിടെ ഇപ്പൊ മന്ത്രിമാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ നമ്മളത് ഞങ്ങൾക്ക് ഇതൊരു എന്താ പറയാ ഈ സംഭവം വലിയ സംഭവമായിട്ട് ഞങ്ങൾ തോന്നിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, അതായത് കൊല്ലത്തെ ഇത് കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. നമുക്കറിയാം 1.5 ലക്ഷം വരുന്ന ആദിവാസികൾ വയനാട്ടിൽ ഇന്നും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ച മരിയനാട് പോയി കാണാൻ പറ്റും. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ ഭൂസമരം നടന്നു. സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ഭൂമി വീതിച്ചു കൊടുക്കാൻ പോലും ഇവിടെ മാറി മാറി വരുന്ന ഒരു സർക്കാരും സാധിച്ചിട്ടില്ല എന്നുള്ളത്, വിധി പോലും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ സർക്കാർ പറഞ്ഞത് എന്താണ്? അതിദാരിദ്ര്യ മുക്ത കേരളം. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോഴും ഈ ചൂടുവെള്ളം ആക്കി കൊടുക്കുന്ന ആദിവാസികളുടെ അടുത്ത് എങ്ങനെയാണ് അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചത്? അപ്പൊ പുതിയ സർക്കാരിനോട് ഞങ്ങൾ പറയാനുള്ളത് ഇത് അവരും ഇത് അംഗീകരിക്കരുത് എന്നുള്ളതാണ്. അതായത് ഇത്തരം പട്ടിണി കിടക്കുന്ന ആദിവാസികൾക്ക് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കാം. ആദിവാസികൾ എന്ന് പറയുമ്പോൾ ഒരു 80% ആദിവാസികൾ വനത്തിനുള്ളിൽ. അപ്പൊ പ്രിമിറ്റീവ് ട്രൈബ് പോലെയുള്ള ആളുകൾ വനവിഭവ ശേഖരണം. നിങ്ങൾക്കറിയാം, പുലി കടിച്ച് കൊന്നത്, ആന ചവിട്ടി കൊന്നത്, കരടി കടിച്ച് ഇപ്പൊ ഇടക്കാലം കൊണ്ട് കണ്ണൂർ, വയനാടൊക്കെ നടന്നിട്ടുള്ള. പിന്നെ എങ്ങനെയാണ് ആദിവാസികൾ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോവുക? ഇവിടെ സർക്കാർ ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം. പക്ഷെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികളെ ടൗണിലേക്ക് പുനരധിവസിപ്പിച്ച അത് നടക്കുന്ന കാര്യമല്ല. അത് അവരുടെ ജീവിത രീതി വേറെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള തൊഴിൽ വനവിഭവങ്ങൾ തന്നെ ശേഖരിക്കാനും അത് നല്ല വിലയ്ക്ക് കൊടുക്കാനുള്ള സംരംഭങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് തൊഴിൽ എന്ന് പറയുന്നത് കൂലിപ്പണിയാണ്. നമുക്കറിയാം, അന്യദേശ സംസ്ഥാന തൊഴിലാളികൾ വന്നതിന് ശേഷം ഇവിടെ അവർ വളരെ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അതില്ല. അപ്പൊ അത് നമുക്ക് തടസ്സപ്പെട്ടു. മൂന്നാമതായി നമുക്ക് ജീവിക്കാനുള്ളത് സർക്കാർ ജോലിയാണ്. ഇന്ന് ഓരോ കുടുംബത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഡിഗ്രി PG കഴിഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളിലേക്ക് പോയ കുട്ടികളെല്ലാം ഇന്ന് വീട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയും ചെയ്തിരിക്കുക. ഇനി തൊഴിലുറപ്പ് പദ്ധതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു പട്ടിണി മാറ്റാനുള്ള ഒരു സാധനമായി കണ്ടത് മഞ്ഞ കാർഡാണ്. കേരളത്തിൽ ഉടനീളമല്ല ആദിവാസികൾക്ക്, സർക്കാർ ജോലി അല്ലാത്ത ആളുകൾക്ക് മഞ്ഞ കാർഡാണ്. 25 കിലോ അരി പ്ലസ് മറ്റുള്ള സാധനങ്ങളുണ്ട്. അത് നിർത്തലാക്കാൻ പോവുകയാണെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ട വാർത്ത. പിന്നെ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഞങ്ങൾ ജീവിക്കുക? അപ്പൊ ഇപ്പൊ ഈ പത്രസമ്മേളനത്തിന്റെ പ്രധാന വിഷയം ആദിവാസികൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളിടം പോയി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്ക് കാടും ഞങ്ങളെ മണ്ണുമാണ്. ഇതായിരുന്നു തദ്ദേശ ജനത. പക്ഷെ ഇതില്ലാതെ ഞങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും? അപ്പൊ ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കുക, ഞങ്ങൾ പൈസ വരിക എന്നുള്ളതാണ്. പൈസ വരാനുള്ള മാർഗം അല്ലാതെ എങ്ങനെയാണ് പിന്നെ ഈ പട്ടിണി മാറ്റുക? അപ്പൊ ഈ ഒരു UDF സർക്കാരിൽ ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.